Hello everyone, welcome to the online classes of Brilliance Academy. നമ്മൾ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 23rd വൺ ആണ്. 23rd വൺ ആയിട്ടുള്ള ഈ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞു തുടങ്ങുന്നത് രാജാമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ രാജാമണി എന്ന് പറയുന്ന 12 വയസ്സുകാരനായിട്ടുള്ള കുട്ടിക്ക് ലൈക്ക് എന്ത് സംഭവിക്കുകയാണ്, അവൻ്റെ പഠിത്തമൊക്കെ നിർത്തേണ്ടി വരികയാണ്. എന്ത് കാരണം, അവൻ്റെ ഫാദർ മരിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ മദറിനെയും അതുപോലെ തന്നെ അവൻ്റെ സിബ്ലിങ്സിൻ്റെയൊക്കെ കൂടെ അവൻ എന്ത് ചെയ്യാണ്, വഴിയിലേക്ക് ഇറങ്ങുകയാണ്, ടീ ഷോപ്പൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവൻ ഒരു ഐ ഇൻഫെക്ഷൻ വരികയാണ്. അങ്ങനെ ഹോസ്പിറ്റൽസിലൊക്കെ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇഞ്ചെക്ഷൻ എടുത്ത ഭാഗത്ത് എന്താണ് പറയുന്നത്, ഓരോ പ്രശ്നങ്ങളായിട്ട് വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് ഒരു പിമ്പിൾ വരുന്നു. അത് കാരണം കുറേ എന്താണ് പ്രശ്നങ്ങൾ, അവൻ്റെ സ്കിന്നിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ലീഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഫർദർ ട്രീറ്റ്മെൻറ്റിനായിട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് എന്ത് മനസ്സിലാക്കുന്നത്, ഈ 12 വയസ്സുള്ള രാജാമണിക്ക് HIV ആണെന്ന് പറയാണ്. അങ്ങനെ അവൻ്റെ കേസിൽ എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ സിറിഞ്ചസ്, അതായത് സ്റ്റെറിലൈസ് ചെയ്യാത്ത സിറിഞ്ചസ് ആണ് ഈ ഒരു കുട്ടിക്ക് HIV വരാനുള്ള സോഴ്സായി മാറിയിരിക്കുന്നത്. അത് എയ്ഡ്സ് ആയിട്ടില്ല എന്ന് പറയുന്നത് HIV എന്നുള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് എയ്ഡ്സ് ആവുക എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേജിലേക്കാണ്. അപ്പോൾ എയ്ഡ്സ് എന്നുള്ള സ്റ്റേജിലേക്ക് ആരെത്തിയിട്ടില്ല, രാജാമണി എത്തിയിട്ടില്ല. അപ്പോൾ എന്താണ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. TBക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പം എന്ത് പറയുകയാണ്, ഹി അപ്പിയേഴ്സ് ടു ബി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് പെട്ടെന്ന് ഡിസ്ചാർജ് ആവുമെന്നൊക്കെ കരുതുന്നു. പക്ഷെ നോക്കണം, ഈ ഒരു കേസിൽ ഈ ഫസ്റ്റ് സെക്ഷനിൽ രാജാമണീൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള രാജാമണി പോലുള്ളൊരു കുട്ടി ജസ്റ്റ് ബിക്കോസ് സമൺ ഹാസ് യൂസ് ദിസ് സ്റ്റെറിലൈസ് ചെയ്യാത്ത എന്താ പറയുന്നത് ആ ഒരു സിറിഞ്ചൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇന്നസെൻ്റ് കുട്ടി എങ്ങനെ എഫക്ട് ചെയ്തത് കാണുകയാണ്. അപ്പം ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്, അതുപോലെ ഇങ്ങനത്തെ ഒരു അവയർനെസ്, ബോധവൽക്കരണത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം, സെക്കൻഡ് സെക്ഷനിലേക്ക് എത്തുന്ന സമയത്തേക്ക് പറയാൻ എന്താണ്, ഒരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട്. ഈ തിയേറ്റർ ഗ്രൂപ്പ് എന്ത് ചെയ്യാണ്, സൗത്ത് ആഫ്രിക്കയിലുള്ള ഈ തിയേറ്റർ ഗ്രൂപ്പ് എന്താണ് HIV എയ്ഡ്സിനെ കുറിച്ചിട്ട് ബോധവൽക്കരണം നടത്തുകയാണ്. അങ്ങനെ ടൗണിലൂടെ മൊത്തം ഇവർ സഞ്ചരിക്കുകയാണ്. റൈസ് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവർ നടക്കുകയാണ്. എന്നിട്ട് മെസ്സേജ് ലോക്കൽ സാധാരണ ആളുകളിലേക്കൊക്കെ എന്ത് ചെയ്യാണ്, ഒരു ബോധവൽക്കരണം കൊണ്ടുവരികയാണ് HIV കുറിച്ചിട്ടും എയ്ഡ്സിനെ കുറിച്ചിട്ടും ഒക്കെ. കാരണം നമുക്ക് ഇങ്ങനെ ചെയ്താൽ മാത്രമേ വൈഡ് ഓഡിയൻസിലെ എന്താണ് 1-2 ആളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യം എല്ലാവരിലേക്ക് എത്തിയുന്നില്ല. അപ്പോൾ വൈഡർ ഓഡിയൻസിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തിയേറ്റർ ഗ്രൂപ്പ് പോലുള്ള ഒരു ഗ്രൂപ്പുകളായിട്ട് ഇവരെന്ത് ചെയ്യാണ്, സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എന്താണ് ഈ ഒരു അവയർനെസ് നടത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമുക്കറിയാം, HIV വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്കൊരു കറക്റ്റ് മരുന്ന് ഇല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി നശിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചെയ്യാമെന്നല്ലാതെ പ്രോപ്പറായിട്ടൊരു മരുന്ന് എന്തിനില്ല, HIV അല്ലെങ്കിൽ എയ്ഡ്സ് എന്നിട്ടുള്ള കേസിനില്ല. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ UN ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ കൾച്ചറൽ ഓരോ പരിപാടികൾ കണ്ടക്ട് ചെയ്യണം. അതായത് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എഡ്യൂക്കേഷൻ വഴി, സ്കൂളുകൾ വഴി എന്താണ് ഇവർക്ക് അവയർനെസ് കൊടുക്കുന്നത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ചെറിയ മക്കളിലേക്ക് വന്നിട്ട് ഇറങ്ങിയിട്ട് എന്താണ് ഈ ഒരു അവയർനെസ് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് എന്ത് ചെയ്യും, പിന്നെ യുനെസ്കോൻ്റെ സ്ട്രാറ്റജി പ്രകാരമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, HIV അല്ലെങ്കിൽ എയ്ഡ്സിൻ്റെ സ്പ്രെഡിങ് തടയാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അത് കാരണം സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവർ എന്താണ് കുറേ സ്ട്രാറ്റജീസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ഈ ഒരു ഇത് സ്പ്രെഡാവുന്നത് തടയുന്നതിനും അത് പുറമെ വരാതിരിക്കാനുള്ളത് കാണിച്ചു കൊടുക്കാനൊക്കെ ഓരോ സ്ട്രാറ്റജീസൊക്കെ അവർ കൊണ്ടുവരികയാണ്. ആൻഡ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയുകയാണ്, ലോകമൊട്ടാകെ നമുക്ക് അറിയിക്കണം അല്ലേ, ഇത് കാരണം ഉണ്ടാകുന്ന റിസ്ക്കുകൾ എന്തൊക്കെ. ഒരു അസുഖത്തിൻ്റെ റിസ്ക് നമ്മൾ കറക്റ്റ് ഒരാളെ ബോധിപ്പിക്കുകയാണെങ്കിൽ അവരെന്തായാലും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിലേക്ക് കടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാതിരിക്കാൻ വേണ്ടി അവർ കരുതുകയും ചെയ്യും. അപ്പോൾ റിസ്കിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാണ്, കറക്റ്റ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഓരോ കൺട്രിയിലും ഓരോ കൾച്ചറിലുള്ള ആളുകളും പല രീതിയിലുള്ള ആളുകളായിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ആ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. അവരുടെ പ്രായവും അവരുടെ കൾച്ചറും അവരുടെ എല്ലാം എക്കണോമിക് സോഷ്യൽ കണ്ടീഷനും എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു അവയർനെസ് കണ്ടക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എയ്ഡ്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് കറക്റ്റായിട്ട് അതിൻ്റെ പ്രോപ്പർ അവയർനെസ്, കറക്റ്റ് എന്താണോ എന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വഴി ശരിയായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളിലേക്ക് ഇത് എത്തിക്കാനും അതുവഴി ഈ എയ്ഡ്സിൻ്റെ HIV സ്പ്രെഡിങ് നമുക്ക് കുറയ്ക്കാനും പറ്റും. അതിന് ഏറ്റവും നല്ല രീതിയാണ് എന്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് 10 മുതൽ 25 വയസ്സ് വരെയുള്ള ആളുകളെ കുറച്ച് ആ ഒരു എഡ്യൂക്കേഷനുള്ള കുട്ടികളെ നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 10 to 25 അധികം നമുക്ക് സ്കൂൾസിലും കോളേജസിലൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അവരിലേക്ക് കൂടുതൽ നമ്മൾ
നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ആളുകളിലേക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അറിയിക്കാൻ സാധിക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എഫക്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം, കെയർ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എയ്ഡ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് ഈ ഒരു എയ്ഡ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഗവൺമെൻറ്റിന് ഒരു ബാധ്യത ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓരോ പ്രിവെൻഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആളുകളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കുക. അതിനാണ് യുനെസ്കോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒരേപോലെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എയ്ഡ്സ് സ്പ്രെഡ് ആവുന്നത് തടയാൻ പറ്റും എന്നുള്ളത് പറയുന്നത്. നമുക്ക് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്ക് എന്താണ് ജസ്റ്റ് ഒരു പാസേജ് തന്നിട്ട് അതിൻ്റെ ഇതാക്കാനാണ് പറയുക. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ആലോചിച്ചൊക്കെ എയ്ഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ അതിന് സ്പ്രെഡ് ചെയ്യാതിരിക്കാനും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നത്. താങ്ക് യു.